ചാന്ദ്രദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? ഉത്തരം 59%. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സെലനോളജി. ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം സെലനോഗ്രഫി. സെലനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജൊഹാൻ ഹെയ്ൻറിച്ച് വോൺ മോഡ്ലർ. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ലൂണ 2. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതി ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്? ഉത്തരം PSLV-C11. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര്? ഉത്തരം AB വാജ്പേയി. ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം M അണ്ണാദുരൈ. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം M അണ്ണാദുരൈ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏതാണ്? ഉത്തരം ലാഡി. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം ചാങ് ഇ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത്? ഉത്തരം 1972 ഡിസംബർ 12. യൂജിൻ സർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ് എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത്? ഉത്തരം 1972 ഡിസംബർ 12. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. അദ്ദേഹത്തിന് 47 വയസ്സായിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ്? ഉത്തരം 3475 കിലോമീറ്റർ. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറക്കിയ ഉപകരണം ഏത്? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ് അഥവാ MIP. ചന്ദ്രയാൻ ഇടിച്ചിറക്കിയ ചന്ദ്രൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഉത്തരം ഏകദേശം 3,80,000 കിലോമീറ്റർ. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലുള്ള ഭാരം എത്രയാണ്? ഉത്തരം 10 കിലോഗ്രാം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത്? ഉത്തരം ലൂണോ ഗോഡ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ്? ഉത്തരം 6ാം സ്ഥാനം. ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ ബോളിവുഡ് സിനിമാ നടൻ ആരാണ്? ഉത്തരം സുശാന്ത് സിംഗ് രാജ്പുത്ത്. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ്?
ഉത്തരം ലൂണാർ റോവർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അപ്പോളോ വാഹനത്തിൻ്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത്? ഉത്തരം കൊളംബിയ. ചന്ദ്രനിലെ മണ്ണിനു പറയുന്ന പേര് എന്താണ്? ഉത്തരം റിഗോലിത്ത്. എവിടെ നിന്നാണ് ആദ്യ ചാന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത്? ഉത്തരം അമേരിക്കയിലെ കേപ്പ് കെന്നഡിയിൽ നിന്ന്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? ഉത്തരം 1969 ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ആദ്യ ചാന്ദ്രയാത്രയിലെ യാത്രികർ എത്ര പേരായിരുന്നു? ആരൊക്കെയാണ് അവർ? 3 പേരുണ്ടായിരുന്നു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ്. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത്? ഉത്തരം ശാന്തസമുദ്രം അഥവാ പസഫിക് ഓഷ്യൻ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചെലവഴിച്ചു? ഉത്തരം 2 മണിക്കൂർ 48 മിനിറ്റ്. ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ ആര്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. എഡ്വിൻ ആൾഡ്രിൻ ചന്ദ്രനിൽ നിന്ന് ഭൂമിയെപ്പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം, ശൂന്യം. മാഗ്നിഫിസൻറ്റ് ഡിസൊല്യൂഷൻ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. 1969 ജൂലൈ 21 മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ദൗത്യപേടകം? ഉത്തരം അപ്പോളോ 11. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചതാര്? ഉത്തരം മൈക്കൽ കോളിൻസ്. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്? ഉത്തരം സാറ്റേൺ 5. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര്? ഉത്തരം പ്രശാന്ത സമുദ്രം. മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിലൂടെ ആദ്യമായി നടന്നത് ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്: ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.